1999 സെപ്റ്റംബർ 1 ഹോ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ കൂടുതലായി അധിവസിക്കുന്ന ജാമുബാനിയിൽ അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനു വേണ്ടി ദിവ്യബലി അർപ്പിക്കാനെത്തിയതായിരുന്നു ഫാദർ അരുൾദാസ്. ദിവ്യബലി അർപ്പിച്ച് ഭക്ഷണവും കഴിച്ച ശേഷം പ്രാദേശിക ജനത അവരുടെ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായ നൃത്തവും പാട്ടുമായി ആഘോഷത്തിലായി. രാത്രി 1 സ്ഥലത്തെത്തിയ 15-ലധികം വരുന്ന അക്രമികൾ നൃത്തം ചെയ്യുന്നവരെ വളഞ്ഞ ശേഷം ഫാദർ അരുൾദാസിനെയും സഹായി കാത്തെ സിംഗ് ഗുൻഷിയെയും ആക്രമിക്കുകയായിരുന്നു. അക്രമികളെ കണ്ട് ഇറങ്ങിയോടി മരങ്ങൾക്കിടയിൽ മറഞ്ഞ ഫാദർ അരുൾദാസിനെ അക്രമികളിൽ ഒരാൾ പിന്തുടർന്ന് അമ്പെയ്താണ് കൊലപ്പെടുത്തിയത്. ഒറീസയിലെ മയൂർഭഞ്ച് ജില്ല ഠാക്കുർമുണ്ട ബ്ലോക്ക് കീഴിൽ വരുന്ന ജാംബണി എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് അരുൾദാസ് എന്ന് പറയുന്ന അച്ഛനെ 26 വർഷം മുമ്പ് ദാരാസിംഗ് അല്ലെങ്കിൽ ബജ്രംഗ് ദൾ ആൾക്കാർ രാത്രിയിൽ ആക്രമിക്കുകയും അച്ഛനെ അർദ്ധപ്രാണനായി ഈ സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്തു. അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ ഇനി രക്ഷപ്പെടില്ല എന്ന. അരുൾദാസ് അച്ഛൻ തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ ആലങ്കുടിക്ക് അടുത്തുള്ള കെ രാസ്യമംഗലം എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അച്ഛൻ്റെ മാതാപിതാക്കൾ വീട് എല്ലാം അവിടെയാണ്. അച്ഛൻ ഒറീസയിൽ 1988 വരുന്നു. 93 വൈദിക പട്ടം സ്വീകരിക്കുന്നത്. അച്ഛൻ വൈദിക പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് തിയോളജി കാലഘട്ടങ്ങളിൽ പലട എന്ന് പറയുന്ന പാരീഷിൽ ഒരു സ്ഥലത്ത് ഒരു വില്ലേജിൽ പോയി അവിടെ വെച്ച് ഹോ എന്ന ഭാഷ പറയുന്ന ഹോ ആദിവാസികളെ കണ്ട് പരിചയപ്പെട്ടു. അച്ഛൻ അവർക്ക് വേണ്ടി ജോലി ചെയ്യുമെന്ന് തീരുമാനിച്ചു. അച്ഛൻ ഹോ ഭാഷ പഠിക്കുകയും അവരുടെ കൂടെ ഇവിടെ ഈ സ്ഥലത്ത് അച്ഛൻ വന്നു എന്ന് പറയുമ്പോൾ അച്ഛന് കുറേ അകലെയുള്ള ഒരു മിഷനിൽ നിന്നാണ് അച്ഛൻ വരുന്നത്. ഒരു 40 കിലോമീറ്ററോളം ദൂരത്തിൽ നിന്നാണ് അച്ഛൻ ഈ സ്ഥലത്ത് കുർബാന ചെല്ലാൻ വേണ്ടി വന്നിരുന്നത്. ഈ സ്ഥലത്ത് അച്ഛൻ്റെ അന്ന് പുത്തരി പെരുന്നാൾ നമ്മൾ പറയുന്ന ഒരു ആഘോഷമുണ്ടായിരുന്നു. ആ ആഘോഷത്തിന് വേണ്ടി ആൾക്കാർ കൂടുന്ന ഒരു ദിവസമായിരുന്നു. അതുകൊണ്ടാണ് വന്നത്. സെപ്റ്റംബർ 1 ആയിരുന്നു അത്. അച്ഛൻ മലേറിയ അല്ലെങ്കിൽ മലമ്പനി പിടിച്ച് ഭയങ്കര സീരിയസ് ആയിട്ടിരുന്നുവെങ്കിലും അച്ഛൻ ഇവിടുത്തെ ആൾക്കാർ തീയതി തീരുമാനിച്ചിരുന്നുകൊണ്ട് എങ്ങനെയായാലും അവിടെ ചെന്നെത്തണമെന്നുള്ള ആ ബുദ്ധിമുട്ടിൽ അച്ഛൻ്റെ തീക്ഷ്ണതയിൽ അച്ഛൻ ഇവിടെ വരികയും കുർബാനയ്ക്ക് ശേഷം അസുഖം മൂലം തിരിച്ചു പോകാൻ പറ്റാതെ ഇവിടെ രാത്രി അച്ഛനെ ഇവിടെ ചിലവഴിക്കുകയും ചെയ്തു. അച്ഛനോടൊപ്പം വന്ന കാറ്റഗിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സ്ഥലത്ത് തന്നെ നമ്മൾ താമസിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന വേറെ ഒരു കാറ്റഗിസ്റ്റ് ഉണ്ടായിരുന്നു. രാത്രിയിൽ ദാരാസിംഗിൻ്റെ ഗ്രൂപ്പുകാർ ഒന്നിച്ചു വരികയും ഈ ഇടവകയിലെ ആൾക്കാർ, അന്ന് ഇടവകയും നമുക്ക് പറയത്തില്ല, ഈ മിഷനിലെ ഒരു 20ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു. അവരിവിടെ രാത്രി നൃത്തം ചെയ്തിരിക്കുന്ന സമയത്ത് അവരെ അടിച്ചോടിച്ചിട്ട് അച്ഛൻ കിടങ്ങുന്ന ഒരു ചെറിയ കുടിലാണ്, നമുക്കത് കാണാം. ആ ചെറിയ കുടിലേക്ക് ഇവർ ഇരച്ചു കയറി ചെന്ന് എവിടെയാണ് അവിടെ നിന്ന് അച്ഛനെ എന്താ മക്കളെന്ന് പറഞ്ഞ് പുറത്ത് വരുമ്പോൾ അച്ഛനെ അടിക്കുന്നു. അച്ഛനെ ഈ വഴിയിലൂടെ ഓടി വന്ന് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ കയറാൻ പറ്റിയില്ല. കാരണം അടി കൊണ്ട് പേടിച്ച് വന്ന അമ്മയും മക്കളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഈ സ്ഥലത്തൂടെ ഓടി, തൊട്ടടുത്ത് കാടാണ്, ആ കാട്ടിലേക്ക് പോയി രക്ഷപ്പെടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ സ്ഥലത്ത് അച്ഛനെ പിടിച്ചു. അതിനു മുമ്പ് തന്നെ ഓൾറെഡി അച്ഛൻ്റെ പുറകിൽ അച്ഛൻ്റെ നടുവിനായിട്ട് ഒരമ്പ് തറച്ചിട്ടുണ്ടായിരുന്നു. അവർ അമ്പും ബില്ലും അതുപോലെ കുറുവടികളും എല്ലാമായിട്ടാണ് വന്നത്. ഈ സ്ഥലത്ത് വെച്ച് അവർ അച്ഛനെ പിടിച്ച് നിലത്തിട്ട് അടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവർ തൊട്ടടുത്ത് നിന്ന് അമ്പ് ഒന്ന് ഇടതുവശത്ത് വയറിൻ്റെ കീഴ്വയറ്റിലായിട്ടും അതുപോലെ വലതുവശത്ത് വാരിയലുകൾക്കൂടി ഉള്ളിലൂടെ അവർ 2 അമ്പ് കുത്തി ഇറക്കി. അതിന് മാരകമായിരുന്നു. എന്നിട്ട് അച്ഛനെ ഇവർ ഉപേക്ഷിച്ചിട്ട് പോയി. ഇത് അച്ഛൻ്റെ കല്ലറയല്ല, അച്ഛൻ്റെ ശവകുടീരം ബാലേശ്വരത്ത് അച്ഛന്മാർക്ക് വേണ്ടിയുള്ള സെമിത്തേരിയിലാണുള്ളത്. ഈ സ്ഥലത്ത് അച്ഛനെ അവർ അർദ്ധപ്രാണനായി ഉപേക്ഷിച്ചിട്ട് പോയി. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അച്ഛൻ്റെ രക്തം വീണ സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലത്തെ ഇവിടെ ഒരു മോണുമെൻ്റായിട്ട് നമ്മളൊരു സ്മാരകമായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളത് ബജായ് ഛത്തർ എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അച്ഛനെ ഇവിടെ അവർ ഉപേക്ഷിച്ചിട്ടതിന് പോയതിന് ശേഷം പാതിരാത്രി കഴിഞ്ഞ് അച്ഛൻ മരിക്കുന്നത് അവിടെ അടുത്തുള്ള വീടിനുള്ളിലാണ്. പിറ്റേ ദിവസം രാവിലെ പോലീസ് വരുന്നു. പക്ഷേ ഇവിടെ പോലീസൊക്കെ എത്താൻ ഒത്തിരി സമയമെടുത്തു. വൈകുന്നേരം 5 മണിയോട് കൂടിയാണ്. പിന്നെ എഴുത്തുകുത്തുകളെല്ലാം തീർന്നതിന് ശേഷം അച്ഛൻ്റെ ഡെഡ് ബോഡി ചുമന്നുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ആ ചുമക്കാൻ ഒരുമ്പെട്ട അല്ലെങ്കിൽ സഹായിച്ച ചുമന്നുകൊണ്ട് പോയ മനുഷ്യനാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഈ സഹോദരൻ ബജായ്
ಛತ್ತರ್. Gokki ninta spray hoko tanam to kondi ale narki ele ninta wata ikna war adarto ite wapa le kajitile ne nelka inka gotana boyanamente. ഈ സ്ഥലത്ത് അച്ഛനെ അവർ ഉപേക്ഷിച്ചതിന് ശേഷം ഇത് അറിഞ്ഞ് ഇവർ എന്തുകൊണ്ടാണ് ഇവർ ഡാൻസ് ചെയ്യുമ്പോൾ മേളങ്ങളെല്ലാം നിന്ന് പോയെന്ന് അറിഞ്ഞ് ഇവിടെ ഓടി വന്ന് നോക്കുമ്പോൾ അച്ഛനെ റൂമിൻ്റെ അകത്ത് എടുത്ത് ഓൾറെഡി ഈ വീടിൻ്റെ അകത്ത് വാതിലിനുള്ളിൽ കിടത്തിയിട്ടുണ്ട്. പിന്നെ ഈ മനുഷ്യൻ ഇവിടുന്ന് പോയിട്ട് ഇവർ കൊടുത്ത് ഒന്ന് രണ്ട് പേര് ഇവർ പോയിട്ട് എല്ലാ വീടുകളിലുള്ള ആൾക്കാരെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ സംഗതികൾ സംഭവിച്ചിരിക്കുന്നു, അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ആ സമയത്ത് രാത്രി പേടി കൊണ്ട് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. നേരം വെളുത്തും മുതൽ ഇവർ ചുറ്റും ഇവിടെ വന്ന് കാവലിരിക്കുന്നുണ്ട്. രാവിലെ 2 പേര് വന്നിട്ടാണ് വരാന്തയിലെടുത്ത് കിടത്താൻ പറഞ്ഞത്, 2 ഹോം ഗാർഡ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വൈകുന്നേരം ആയപ്പോഴാണ് അച്ഛന്മാർ ബാലശ്ശേരിൽ നിന്ന് വന്ന 5 അച്ഛന്മാരും പോലീസ് ഉള്ള ഹയർ ഓഫീസേഴ്സ് എല്ലാം കൂടി ഒരു 25 പേരോളം പോലീസ് എല്ലാവരും കൂടെ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ മനുഷ്യനും ഈ മനുഷ്യൻ്റെ അയൽവക്കക്കാരനും കൂടി അങ്ങനെ ഇവർ അന്ന് ഇതിനെല്ലാം സാക്ഷിയായ മനുഷ്യനാണ്. കനത്ത മഴയെ തുടർന്ന് നദിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ 2 ദിവസമെടുത്തു. സെപ്റ്റംബർ 4-നാണ് മൃതദേഹം സംസ്കരിച്ചത്. ഇത് നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന ഒരു ആളുടെ വീടായിരുന്നു. അച്ഛൻ അവിടുന്ന് ആ സ്ഥലത്ത് നമ്മൾ പോകും, ആ സ്ഥലത്ത് നിന്ന് അച്ഛൻ അവിടുന്ന് ഏറ്റവും അടി കൊണ്ട് ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ഈ വീടിന് ഇവരോട് വാതിലുണ്ടായിരുന്നു. ആ വാതിലിനകത്തൂടെ കയറാൻ നോക്കുമ്പോൾ അവിടുന്ന് ഓൾറെഡി അടി കൊണ്ട് പേടിച്ച് വന്ന അമ്മയും മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ കയറാൻ പറ്റിയില്ല. എന്നിട്ടാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ആ സ്ഥലത്ത് പോയിട്ട് അച്ഛനെ അവിടെ ഹാഫ് ഡെഡായിട്ട് അല്ലെങ്കിൽ അർദ്ധപ്രാണനായിട്ട് അവർ ഉപേക്ഷിച്ച് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടത്തിൽ വന്ന കാറ്റഗിസ്റ്റും അവിടെ ഒരു ഉദയൻ എന്ന് പറഞ്ഞ പയ്യൻ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടും കൂടെ വന്നിട്ട് ഈ അച്ഛൻ്റെ അബോധാവസ്ഥയിലുള്ള അച്ഛനെ അവരെടുത്തിട്ട് ഈ വീട്, അപ്പോഴത്തേക്ക് ഇവിടെ വീട്ടിലുണ്ടായിരുന്ന അമ്മയും മക്കളും എല്ലാം പോയി, പ്രായം ചെന്ന അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീടിനുള്ളിൽ കടത്തി അച്ഛനെ ഇവിടെ ഒരു പായിൽ കിടത്തി. ഇന്ന് ആ വീടില്ല. ഈ വീടിരുന്ന സ്ഥലത്ത് ഈ അച്ഛൻ ചോദിച്ച പോലെ ഈ കെട്ടിടം ഗവൺമെൻറ് കൊടുത്ത ഒരു മൾട്ടിപർപ്പസ് ഹോളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അച്ഛൻ്റെ മരണം നടക്കുന്നത് അന്നുണ്ടായിരുന്ന ആ പഴയ വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ വാതിൽ കടന്ന് നമ്മളിങ്ങ് നോക്കുമ്പോൾ ആ വാതിൽ നമ്മൾ കഴിഞ്ഞ് നോക്കുമ്പോൾ നിറയെ അച്ഛൻ രക്തം ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയായിരുന്നു. രാവിലെ വന്ന് കണ്ട നമ്മുടെ വിശ്വാസികൾ അതാണ് പറയുന്നത്. അച്ഛൻ മരിച്ച് ഒരു 4 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒത്തിരി ആൾക്കാരായി, നമ്മുടെ ആൾക്കാരുടെ എണ്ണം കൂടി. അപ്പോൾ അവർക്ക് കുർബാന ചെല്ലാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പള്ളിയാണ് ഇത്. ഈ പള്ളിയിൽ ഇപ്പോഴും എല്ലാ ഞായറാഴ്ചയും ഇടവകയിൽ ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ അകലെയാണ്. അവിടെ നിന്ന് അച്ഛന്മാർ വന്ന് എല്ലാ ഞായറാഴ്ചകളിലും പിന്നെ തിരുനാളുകളിലും എല്ലാം ഇവിടെ കുർബാനയുണ്ട്. ഈ കല്ലറ പോലെ കാണുന്ന ഈ കെട്ടിൻ്റെ ഉള്ളിൽ ഒരു കല്ലുണ്ട്. ഈ കല്ല് ആദിവാസികളുടെ സംസ്കൃതി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സംസ്കാരം അനുസരിച്ച് ശവസംസ്കാരത്തിന് ശേഷം വീട്ടിൽ കാശ് ഉണ്ടാകുന്ന സമയത്ത് ഒരു വലിയ ആഘോഷമുണ്ട്. അന്ന് അവർ ആ അടക്കിയ സ്ഥലത്തിന് നമ്മളൊരു വലിയ കല്ലെടുത്ത് വെക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആദിവാസികൾക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച അരുൾദാസ് അച്ഛനെ മരിച്ചത് വീടിനുള്ളിലായതുകൊണ്ട് നമുക്ക് അവിടെ കല്ല് വെക്കാൻ പറ്റില്ല. പക്ഷെ അവർ മരിച്ച രീതിയിൽ ഉപേക്ഷിച്ചിട്ട് പോയ ഈ സ്ഥലത്ത് ഒരു കല്ല് വെക്കാം എന്ന് പറഞ്ഞ് അവർ ഒരു കല്ല് വെച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ വർഷം ജൂബിലിക്ക് വേണ്ടി ഉയർത്തിയപ്പോൾ ഇത് ഉയർന്നു പോയി കല്ല് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ജാമുബാനിയിലെ സാമൂഹിക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെട്ട് സേവനം ചെയ്തു വരികയായിരുന്നു ഫാദർ അരുൾദാസ്. കുറച്ച് പുസ്തകങ്ങളും ഒരു പോക്കറ്റ് റേഡിയോയും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. ഞാൻ ഫാദർ ജോസഫ് വല്ലിപ്പറമ്പിൽ ബരാംപൂർ രൂപതയിൽ ജോലി ചെയ്യുന്നു. ഞാൻ അരുൾദാസിൻ്റെ കൂടെ സാമ്പൽപൂർ ക്രിസ്തുജ്യോതി തിയോളജിയേറ്റിൽ ഒന്നിച്ച് പഠിച്ചതാണ്. അരുൾദാസ് എൻ്റെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നു. സെമിനാരിയിൽ പഠിച്ച കാലം മുതൽ അരുൾദാസിന് പാപങ്ങളോട് വളരെ സ്നേഹവും അനുകമ്പയും ഉണ്ടായിരുന്നു. അപ്പോൾ അരുൾദാസിൻ്റെ ജീവിതവും അതുപോലെ തന്നെയായിരുന്നു. വളരെ സിമ്പിൾ ലൈഫായിരുന്നു. എൻ്റെ എപ്പോഴും വില്ലേജിൽ ഗ്രാമങ്ങളിൽ പോകാനായിരുന്നു അരുൾദാസ് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നത്. എപ്പോഴും ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ വില്ലേജിൽ കൂടെ പോയി വില്ലേജിലുള്ള പാവങ്ങളുമായിട്ട് സംസാരിച്ച് അവരുടെയൊക്കെ ക്ഷേമം അന്വേഷിക്കുകയായിരുന്നു അരുൾദാസിൻ്റെ ഒരു പ്രത്യേക ഒരു ഗുണം ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും അരുൾദാസ് മരിച്ച് 26 വർഷം കഴിഞ്ഞെങ്കിലും ആ സാമ്പൽപൂർ ക്രിസ്തുജ്യോതിയുടെ ചുറ്റിലുമുള്ള വില്ലേജുകളിൽ ആൾക്കാർ അരുൾദാസിനെ ഓർക്കുന്നുണ്ട്. കാരണം അരുൾദാസ് പാവങ്ങളോട് അത്രയ്ക്ക്
കരുണയുള്ള ഒരു മനുഷ്യനും അവരുമായിട്ട് ഒത്തിരി സ്നേഹത്തിൽ വളർന്നതുകൊണ്ട് ഇപ്പോഴും അവരെ ഓർക്കുകയും അവർക്ക് എപ്പോഴും അവനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ എപ്പോഴും സിമ്പിളായിട്ട് ജീവിക്കണം. അതനുസരിച്ച് ഒരിക്കലും ഒരു അച്ഛൻ്റെ അവിടെയുള്ള ഒരു അച്ഛൻ്റെ ജൂബിലി വന്നപ്പോൾ അച്ഛനോട് നേരിട്ട് ചോദിച്ചു, അച്ഛനായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ജൂബിലി ആഘോഷിക്കാൻ ഇവിടെ കാണുകയില്ലായിരുന്നു. കാരണം ഈശോ 3 വർഷമാണ് പബ്ലിക് ജീവിതം ജീവിച്ചത്. കാരണം ഈശോ പാവങ്ങൾക്ക് വേണ്ടി തിരസ്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചു. അതുകൊണ്ട് ഈശോനെ അവർ കൊന്നു. ഇന്നത്തെ സമൂഹത്തിൽ അതുപോലെ ജീവിക്കുകയാണെങ്കിൽ ഇന്ന് അച്ഛൻ 3 വർഷം പോയിട്ട് 1 വർഷം പോലും ജീവിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അരുൾദാസും ഓർഡിനേഷൻ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 3 വർഷമേ ജീവിച്ചുള്ളൂ. ആ അരുൾദാസിൻ്റെ ആ ലക്ഷ്യം അത് തന്നെയായിരുന്നു, വളരെ കുറച്ച് ജീവിക്കുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും സിമ്പിൾ ലൈഫ്. ആ സിമ്പിൾ ലൈഫ് മരണം വരെ പുള്ളിയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു ഒരു ഉപദേശി കാറ്റഗിസ്റ്റ് കട്ടേജ് സിംഗ് താമസിച്ചുകൊണ്ടിരുന്ന വീട്. അതിന് നമ്മളൊരു കുടിലെന്ന് പറയാം. ആ കുടിലിൻ്റെ പകുതി ഭാഗം ഭിത്തിയുള്ളതും പകുതി ഭാഗം ഓപ്പണായിരുന്നു. ആ ഓപ്പണായ സ്ഥലത്താണ് നമുക്കുണ്ടായിരുന്ന 18 ഫാമിലീസ് വരുമ്പോൾ നമ്മൾ കുർബാന ചെല്ലുന്നതും അച്ഛൻ ആ കുർബാനയ്ക്ക് ശേഷം കിടന്നതെല്ലാം ഈ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അന്നത്തെ വീടിൻ്റെ ഒറിജിനൽ വീടിൻ്റെ അവർ തീ കത്തിച്ച് കത്തിന് ശേഷം ബാക്കിയുള്ള ഒരു തൂണ് മാത്രമാണ് ഇവിടെയുള്ളത്. ഈ സ്ഥലത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ട സമയത്താണ് രാത്രിക്ക് ഇതിന് പുറത്ത് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ അടിച്ച് ഓടിച്ചതിന് ശേഷം അച്ഛനെ അറിയത്തില്ലായിരുന്നു അവർക്കും. ഈ വീടിന് പുറത്ത്, വീടെന്ന് പറഞ്ഞ ഒരു കുടിൽ, അതിന് പുറത്തേക്ക് വരുന്നു. ഉടനെ അവർ അച്ഛനെ അടിക്കുന്നു. 10 വർഷം തികഞ്ഞപ്പോൾ 1999 സെപ്റ്റംബർ 2 മരിച്ചു. അപ്പോൾ 2009 സെപ്റ്റംബറിലെ അച്ഛൻ്റെ വാർഷിക സമയത്ത് നമ്മളിങ്ങനെ ഒരു കല്ല് വെച്ചു. ഈ കല്ലിൽ എഴുതിയിരിക്കുന്നത് രക്തസാക്ഷികളുടെ നിണം സഭയുടെ വിത്ത്. രക്തസാക്ഷി ഫാദർ അരുൾദാസ്. അച്ഛൻ രക്തസാക്ഷിയായ ഡേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ 30 അടി നീളമുള്ള ഒറ്റത്തടിയിലുള്ള കുരിശ് അതേ വർഷം ഇവിടുത്തെ വിശ്വാസികൾ സ്ഥാപിച്ചതാണ്. അച്ഛൻ്റെ ഓർമ്മയ്ക്ക് 10 വർഷം. ഇപ്പോൾ 26ാം വർഷം നടന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന സെപ്റ്റംബറിൽ 26 വർഷം തികയും. ഒത്തിരി ആൾക്കാർ ഈ സ്ഥലത്ത് വരുന്നുണ്ട്, നമ്മൾ അറിഞ്ഞും അറിയാതെയും. കേരളത്തിൽ നിന്ന് ഉള്ള അച്ഛന്മാരുടെയൊക്കെ അറിവിൽ വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഫോൺ വിളിച്ച് പറയും, നമ്മളപ്പോൾ ഇവിടെ വരും. ഇവിടെ അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ലേ പീപ്പിൾ, ദൂരദൂരാന്തരത്തിൽ, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻ്റ് ഗ്രൂപ്പുകൾ, ആന്ധ്രയിൽ നിന്നുള്ളവർ, അങ്ങനെ പലരും നമ്മൾ അറിഞ്ഞു വരുന്നതുണ്ട്. പക്ഷേ നമ്മൾ അറിയാതെ വരുന്നു, അതിൽ കൂടുതൽ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളിവിടെ വരുന്നത് അച്ഛൻ്റെ ആ മരണവാർഷികത്തിന് അന്ന് നടന്ന നമ്മുടെ കുർബാനയിലാണ്. ഒരു 3000-ഓളം ആൾക്കാർ, അത് നമ്മുടെ ഒറീസയുടെ പല ഭാഗത്തുനിന്നും അതുപോലെ ജാർഖണ്ഡ്, ചൈബാസയിൽ നിന്ന് പോലും ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ മരിച്ചതിൻ്റെ 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അച്ഛനെ ഒരു വീട്ടിലാണ് മരിച്ചതെന്ന് പറഞ്ഞു. ആ വീട്ടിലെ മകൻ്റെ മകൾ, ഒരു കൊച്ചു കുഞ്ഞുണ്ടായി. 2ാമത്തെ ദിവസം ആ കൊച്ച് ഓൾമോസ്റ്റ് മരിച്ച അവസ്ഥയിലാണ് ഇവർ പറയുന്നത്. കൊച്ചിൻ്റെ അപ്പൻ്റെ ചേട്ടൻ ദുർഗ, ഇന്ന് അവൻ ഇവിടെ ഇല്ല. അവൻ 4 കൊച്ചിൻ്റെ കളർ മുഴുവൻ നീല നിറത്തിലായിട്ട് മാറി. അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മയുടെ പേരൻസ് അവർ നോൺ ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ ഈ കൊച്ചിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ക്രിസ്ത്യാനി ആൾ ഇവിടെ ചേർന്നവരാണ്. അവർ പറയും ഈശോ അതിനെ ഭക്ഷിച്ചു, അല്ലെങ്കിൽ ഈശോ തിന്നു കളഞ്ഞു എന്ന് പറയും. അതുകൊണ്ട് ദുർഗ എന്ന് പറയുന്ന ആ കൊച്ചിൻ്റെ അപ്പൻ്റെ ചേട്ടൻ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് അച്ഛൻ അരുൾദാസിന് വേണ്ടി നമ്മൾ കല്ല് വെച്ചിരുന്ന ആ കല്ലിൻ്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദുർഗ പറയുന്നത്, ഞാൻ ഈ കൊച്ച് രക്ഷപ്പെടാതെ ഇവിടുന്ന് എഴുന്നേൽക്കില്ല എന്നാണ് പറഞ്ഞു. അവർ 2 മണിക്കൂർ കൂടുതൽ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അച്ഛൻ ഇവിടുന്ന് അടി കൊണ്ടു, അച്ഛൻ ഇതിലൂടെ ഓടിപ്പോയി എന്നും പറഞ്ഞ് കുരിശിൻ്റെ വഴി പോലെ ദുർഗ സ്വന്തം ഉണ്ടാക്കി അവനെ സ്പോണ്ടേനിയസ് ആക്കിയിട്ടുള്ള പല സ്റ്റേഷൻസൊക്കെ വെച്ചൊരു പ്രെയർ ഉണ്ടായിരുന്നു. അത് ചൊല്ലിയാണ് പ്രാർത്ഥിച്ചത്. ആ കൊച്ച് ഇന്ന് വിവാഹിതയായിട്ട് അവളുടെ ഭർതൃഗ്രഹത്തിൽ സുഖമായിട്ട് കഴിയും. നമ്മുടെ അച്ഛൻ്റെ ആ കല്ലിൻ്റെ സ്ഥലത്ത് ഇപ്പം അവിടെയെല്ലാം ടൈൽസ് ഇട്ടുകൊണ്ട് നമുക്ക് ആ മണ്ണൊന്നും കിട്ടുന്നില്ല. പക്ഷേ അതിൻ്റെ പുറകിൽ നിന്ന് ആൾക്കാർ ഇപ്പം മണ്ണ് കൊണ്ടുപോകുന്നുണ്ട്. മൈലാപ്പൂരിൽ നിന്ന് തോമസ് ലിയായുടെ കബറിടത്തിലെ മണ്ണ് കൊണ്ടുപോകുന്ന പോലെ എല്ലാ സമയത്തും പെരുന്നാളിനും എല്ലാ സമയത്തും വരുന്ന ആൾക്കാർ ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് കൊണ്ടുപോകുമായിരുന്നു. ആ മണ്ണ് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 20 വർഷം മുമ്പ് ഒരു അത്ഭുതം സംഭവിച്ചു.
ബാപ്റ്റിസ്റ്റ് വിശ്വാസമുള്ള ഒരു മനുഷ്യൻ ജാംലാണിയ എന്ന് പറയുന്ന ഒരു വില്ലേജിൽ. ആ മനുഷ്യന് എന്തോ അസുഖമായിട്ട് അയാൾ പറയുന്നത് ആ അസുഖം വന്നു കഴിഞ്ഞാൽ 1 മാസം ഒന്നും ഭക്ഷിക്കുകയല്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുകയല്ല പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ അവരുടെ വിശ്വാസികൾ, അവരുടെ ബാപ്റ്റിസ്റ്റ് വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിച്ചു, രക്ഷപ്പെട്ടില്ല. നമ്മുടെ കത്തോലിക്കരെ വിളിച്ചു, നമ്മുടെ കാറ്റഗിസ്റ്റും കുറച്ച് ആൾക്കാരും കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യ പറഞ്ഞു, അരുൾദാസ് അച്ഛൻ്റെ കബറിടത്തിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് ഇവിടെയുണ്ട്. ആ മണ്ണ് ഉടനെ തന്നെ നമ്മുടെ ആൾക്കാർ അല്പം വെള്ളം കൂട്ടി അതിനെ കുഴച്ചിട്ട് അവൻ്റെ വായിലേക്ക് തള്ളിക്കൊടുത്തു. ആ മനുഷ്യന് ഇപ്പോൾ 25 വർഷത്തോളം കാണും. കഴിഞ്ഞ വർഷവും ഞാൻ കണ്ടതാണ്. ആ മനുഷ്യൻ ഇന്ന് വയസ്സനാണെങ്കിലും അയാൾ പണിയെടുക്കുന്നുണ്ട്. ആ മണ്ണ് കുഴച്ച് അവൻ്റെ വായിലേക്ക് കുഴച്ചതിന് ശേഷം അല്പസമയത്തിനുള്ളിൽ ഇവിടെ മാത്രം ഒരു ചലനം ഉണ്ടായിരുന്ന ആ മനുഷ്യൻ കംപ്ലീറ്റ് ഏറ്റിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ആയിരത്തി 1992 മുതൽ സഭയിൽ കാറ്റഗിസ്റ്റായിട്ട് വർക്ക് ചെയ്ത് ഇന്നും ഈ ലാവണ്യദേപൂർ പാരീഷിലെ ഹെഡ് കാറ്റഗിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് കട്ടേ സിംഗ് ഖുണ്ടിയ. ബാപ്റ്റിസ്മൽ നെയിം ജോൺ ബാപ്റ്റിസ്റ്റ്. ഇദ്ദേഹം അരുളച്ചനോട് കൂടി ആ രാത്രിയിൽ ജാമ്പണിയിൽ ഉണ്ടായിരുന്നു. അരുളച്ചൻ എഴുന്നേറ്റ് പോയതിൻ്റെ പിന്നാലെ ഏറ്റുവരികയും അടികൊണ്ട് ബോധം കെട്ട് നിലത്ത് വീഴുകയും ചെയ്തു. അദ്ദേഹത്തെയും അവിടുത്തെ ആൾക്കാർ, ആ വന്ന വിദ്രോഹികൾ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കട്ടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. Musing porop taikina bari porop jomanam hero porop singi gija taikina na lagi porop lagi tia ante father Aruldos alo catechist dorsana ati hujuran taikina mente ante kesira kana ko kakur mothon inde torch ko sawa kada sota ko sawa kate tametana kale mosar bithil ligtil taikina മഴയും അല്പമൊക്കെ ചാർന്നുണ്ടായിരുന്നു. അപ്പോൾ സന്ധ്യയായപ്പോൾ അവർ വന്നു കഴിഞ്ഞ സമയത്ത് അല്പസമയം അച്ഛനും അവരുടെ കൂടുതൽ ഡാൻസ് കളിച്ചു. അപ്പം ഇവനും അവരുടെ കൂടുതലായിരുന്നു. അതിനുശേഷം അച്ഛൻ നേരത്തെ തന്നെ ഉറങ്ങാൻ പോയി. ഇവൻ അവരുടെ കൂടുതൽ ഡാൻസ് കളിച്ചു. ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ അവർ ആ കുടിലിനുള്ളിലേക്ക് കയറുമായിരുന്നു. പിന്നീട് പുറത്ത് പറയുന്ന സമയം ഒരു 1 മണി കഴിഞ്ഞ് കാണും. അപ്പോൾ ഇവന് പിറ്റേ ദിവസം ചർച്ച കൂടെ റീജിയണൽ പാസ്റ്റർ സെൻറ്ററിൽ ക്ലാസ്സിന് പോകേണ്ടതുകൊണ്ട് ഇവനും അച്ഛൻ്റെ തൊട്ടടുത്ത് പോയി കിടന്നു. ഒരു വലിയ കൊതുക് വലയുണ്ട്, അതിൻ്റെ അകത്താണ് അച്ഛൻ. ഇവരുടെ അടുത്ത് 1-2 കൊച്ചു കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം എത്രയോ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒച്ചയും ബഹളവും കേൾക്കാം. അപ്പം ഡാൻസ് ചെയ്യുന്ന നമ്മുടെ ആൾക്കാരായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അല്പസമയത്തിനുള്ളിൽ അച്ഛൻ ആരാണ് അരുൾദാസ് അച്ഛൻ എവിടെയാണ് കിടക്കുന്നതെന്ന് ഒച്ച ഇട്ടുകൊണ്ട് ബഹളം ഇട്ടുകൊണ്ട് ആൾക്കാർ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ അച്ഛനെ ഏറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛനെ അവർ ആ കൊതുകുവലയോട് കൂടി തന്നെ അടിച്ചു. അച്ഛൻ ആ വലയെ പൊക്കിയിട്ട് അച്ഛന് ഓടിപ്പോയി. അച്ഛൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ പിന്നാലെ ഏറ്റുവന്ന ഇവനെയും അവരടിച്ചു, അവരെ തലയ്ക്കും അടിച്ചു, അതുപോലെ വരത്തിനെ അടിച്ചു. അവനവിടെ ബോധം കെട്ട് വീണ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ബോധം വന്നു. അപ്പോൾ ഇവൻ കേൾക്കുന്നത് അകലെയെന്ന് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ് കരയുന്നതും അവരുടെ ഒച്ചയും ബഹളവും അല്ല. അപ്പോൾ ഇവൻ മനസ്സിലാക്കി അച്ഛനെ മിക്കവാറും അവർ ഫിനിഷ് ചെയ്തു. അവൻ പെട്ടെന്ന് അങ്ങ് ഏറ്റിട്ട് ഇവന് ചുറ്റും ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരുടെ ഇടയ്ക്കൂടെ പോയിട്ട് ആ വേലി ഉണ്ടായിരുന്നു, ആ വേലി പൊളിച്ചിട്ട് കാട്ടിനുള്ളിലേക്ക് പോയി. ഈ അടിയും കൊണ്ട് ക്ഷീണമായതുകൊണ്ട് അവൻ ആ കാട്ടിൻ്റെ ഉള്ളിൽ മൊത്തം ബിഗ് ഫോറസ്റ്റ് ആണല്ലോ, ആ ഫോറസ്റ്റിൻ്റെ അകത്ത് പോയി കുറച്ച് സമയം ഇരുന്ന് വെച്ച് നോക്കുമ്പോൾ ഉണ്ട് ഈ വീട് കത്തുന്ന ഭയങ്കര വെട്ടം കണ്ടു. പിന്നീട് അവൻ അവിടെ നിന്ന് സ്ഥലത്തിൽ വന്ന് പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്തു. പിന്നെ ഇവിടെ വന്ന് അച്ഛന്മാരോട് പറഞ്ഞു. അങ്ങനെ അച്ഛന്മാർ പാലേശ്വരത്ത് പോയി. പിന്നീട് അവിടെ നിന്ന് അതൊക്കെ ആകുമ്പോഴത്തേക്കും ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസം. അപ്പോൾ അതുകൊണ്ട് അവന് ഈ ഇത്രയും സംഭവങ്ങളായിരുന്നുള്ളൂ അവിടെ. അതിന് ശേഷം നമ്മൾ പറഞ്ഞ അച്ഛൻ അവിടെ നിന്ന് അമ്പ് കൊണ്ട് ഓടിപ്പോകുന്നത് വീഴുന്നത് ഇവൻ കണ്ടിട്ടില്ല. സഭയിലെ വിശ്വാസികളെ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടിയിട്ട് അച്ഛൻ എപ്പോഴും ഭയങ്കരമായിട്ട് ഉത്സാഹിക്കുമായിരുന്നു, ക്ലാസ് കൊടുത്ത്. രണ്ടാമത് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ പഠനം, അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒത്തിരി അകലെയുള്ള കേസിപ്പൂർ, അതുപോലെ പല ഹോസ്റ്റലുകളിൽ അച്ഛൻ വളർത്തിയ പിള്ളേർ ഇന്നൊക്കെ ജോലി ചെയ്യുന്നവരെയുണ്ട്. അച്ഛൻ ഇവർക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ഹോസ്റ്റലുകളിൽ കൂടെ പോകുമായിരുന്നു. പിന്നെ എന്ത് ബുദ്ധിമുട്ട് എവിടെയുണ്ടെങ്കിലും അച്ഛൻ അത് മനസ്സിലാക്കും. അച്ഛൻ സാധാരണ മനുഷ്യനെ പോലെ ലുങ്കി ഉടുത്ത് കാടിൻ്റെ ഉള്ളിൽ കൂടെ ബനിയൻ ഇതുപോലെയുള്ള ഷർട്ട് ഇട്ട് ഇവരെ പോലെ തന്നെ ഇവർ ഉടുത്തി പോകും. ഇവൻ തന്നെ അച്ഛൻ്റെ കൂട്ടത്തിലായിരുന്നപ്പം എപ്പോഴും ചോദിക്കും, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ജാമ്പണിയിൽ ആ കാട്ടിൽ താമസിക്കുന്ന സമയത്ത് നിനക്ക് ഇവിടെ എന്തെങ്കിലും വിഷമമുണ്ടോ? ഇതെല്ലാം ചോദിക്കുമായിരുന്നു. ഇവിടെ ആയിരുന്ന സമയത്ത് പിള്ളേർക്ക് വേണ്ടി ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൻ്റെ സമയത്ത് രാത്രി ഒരു കച്ച് കിടന്ന് ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. അപ്പോൾ അച്ഛൻ ചെന്ന് നോക്കുമ്പോൾ ആ കൊച്ചിന് തണുപ്പ് കാലമായിരുന്നു. അച്ഛൻ ആ കൊച്ചിനെ നിലത്ത് വിലിക്കുന്ന ഒരു പുതപ്പേ ഉണ്ടായിരുന്നു, പുതയ്ക്കാനൊന്നുമില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ പോയിട്ട് അച്ഛൻ്റെ തന്നെ എടുത്തുകൊണ്ട് കൊച്ചിനെ കൊടുത്ത് പുതപ്പിച്ച് അങ്ങനെ അങ്ങനെ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. കട്ടേ സിംഗ് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് പറയുന്നത്.
ജാമ്പണിയിലേക്ക് ഇവിടുന്ന് കുർബാനയ്ക്കുള്ള സാധനങ്ങളുമായിട്ട് ഇവൻ സൈക്കിളിൽ പോയായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ പോലും പോകുന്നതിന് മുമ്പ് 3-4 പ്രാവശ്യം സൈക്കിളിൻ്റെ ചെയിൻ വിട്ടുപോയി. അപ്പോൾ അവൻ അവിടെ സൈക്കിൾ നിർത്തിയിട്ട് ഇവന് അരുളച്ചൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചു. പിന്നീടുള്ള വഴി ആ കാട്ടുവഴിക്ക് ഒരിടത്തും ഒരിക്കലും ചെയിൻ ഒന്നും സ്ലിപ്പാകാതെ അവൻ അവിടം വരെ ചെന്നു. അങ്ങനെ പലർക്കും പല അനുഭവങ്ങൾ പറയാനുണ്ട്. എളിമയുടെ മാതൃകയായിരുന്ന ഫാദർ അരുൾദാസ് ഹ്രസ്വകാലം കൊണ്ട് ഹോ ജനതയുടെ ഹൃദയം കീഴടക്കാൻ കഴിഞ്ഞിരുന്നു. ഹോ ജനതയുടെ അപ്പസ്തോലനും അവരുടെ രക്തസാക്ഷി എന്നും ഫാദർ അരുൾദാസ് ഇന്നറിയപ്പെടുന്നു. അരുൾദാസ് അച്ഛൻ്റെ ദേവദാസ പ്രഖ്യാപനവുമായിട്ടുള്ള ഇപ്പോഴത്തെ സഭയുടെ നിലപാട് നമുക്ക് ഒത്തിരി സന്തോഷജനകമാണ്. ജനങ്ങളുടേതായ പോപ്പുലർ ഡിവോഷനായിട്ട് ഇത് കടന്നു വരട്ടെ. അങ്ങനെ സഭയുടെ അധികം ഫോഴ്സ് ഇല്ലാതെ തന്നെ അങ്ങനെ ഈ ഡിവോഷൻ കണ്ട് പിതാവിന് നല്ല ഉത്തേജനം കിട്ടിയിട്ടുണ്ട്. പിതാവ് പറഞ്ഞ് ഇവിടെ നമുക്കിനി ഇതിന് മുമ്പോട്ട് പോകണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ വീരോചിതമായ ജീവിത ശൈലിയെപ്പറ്റി നമ്മൾ കളക്ട് ചെയ്യണം മെറ്റീരിയൽസ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ, അതുപോലെ തന്നെ അരുളച്ചൻ ജീവിച്ചിരുന്ന കാലത്ത് അച്ഛനോട് ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്ന കുമുദിനി എന്ന സിസ്റ്റർ പറയുന്നു, കുമുദിനി ബെക്ക് ഹാൻഡ്മെയ്ഡ്സ് ഓഫ് മേരി സിസ്റ്റർ പറയുന്നു, ഒരു ദിവസം സ്വപ്നത്തിൽ അച്ഛൻ കണ്ടിട്ട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ഈശോയോട് ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ പേരിൽ പേരിച്ചുകൊള്ളുക, അപ്പോൾ ഞാൻ അത് നിനക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സിസ്റ്റർ പറഞ്ഞു. അത് മാത്രമല്ല, എനിക്ക് സ്വന്തം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കുറേ വർഷം, ഒരു 4 വർഷം മുമ്പ് വരെ എനിക്ക് നമ്മുടെ ഈ 2 മൂക്കുകളും രാത്രിക്ക് അടഞ്ഞു പോയിട്ട് നമ്മൾ ശ്വാസം മുട്ടി അടയുന്ന 2 മൂക്കാണ്. അപ്പോൾ ഞാൻ അതിലോട് പറഞ്ഞു, നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തതല്ലേ, അതുകൊണ്ട് നീ എനിക്കിത് മാറ്റി തരണമെന്ന്. അതുപോലെ അതിനുള്ള മരുന്ന് നമ്മൾക്കൊരു സ്പ്രേ ആണ്. ആ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ലോങ് റോഡിൽ ഇത് പ്രശ്നമാണെന്ന് ആ മരുന്നിൻ്റെ മുകളിൽ തന്നെ വാണിംഗ് ഉണ്ട്. ഇപ്പോൾ പക്ഷേ ഒരു 5 വർഷം മുമ്പ് ഒരു ദിവസം ഏതോ രാത്രിക്ക് അതെടുത്ത് മാറ്റി. ഇപ്പോൾ എനിക്ക് ആ പ്രശ്നമില്ല. അതുകൊണ്ട് എല്ലാവരും അരുളച്ചൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും.